ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കേസരി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരല്പം കുങ്കുമം ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസ് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും കാഷ്യൂസും കൂടെ നമുക്കൊന്ന് കരിഞ്ഞു പോവാതെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുക്കാനായിട്ട്. റവ റോസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം തിളപ്പിച്ചിട്ടെടുക്കണം. അതിനായിട്ട് 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. റവ എടുത്ത് അതേ കപ്പിൽ തന്നെ വേണം നമുക്ക് വെള്ളവും മെഷർ ചെയ്തിട്ടെടുക്കാനായിട്ട്. റവ നന്നായി റോസ്റ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. വെള്ളം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് ഇവിടെ ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു ബാച്ച് ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റവ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്പ് തന്നെ വേണം നമുക്ക് വെള്ളത്തിനും അതുപോലെ തന്നെ പഞ്ചസാര മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവും നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് അതിൻ്റെ ഒരു കളറ് നാച്ചുറൽ കളറ് കിട്ടാനായിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറ് ആഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കി അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതല്ല നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകും. ഇത് നന്നായി ഇളക്കി നമ്മുടെ പാനിൽ നിന്ന് സൈഡിൽ നിന്നെല്ലാം വിട്ട് പോരുന്ന കൺസിസ്റ്റൻസി ആവുന്നവരെ ഇളക്കിയിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ വിട്ട് തുടങ്ങി. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേസരിയാണിത്. നമുക്ക് നല്ല സ്പൂണെല്ലാം വെച്ച് അങ്ങനെ കഴിക്കാനും അതുപോലെ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടും കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ മറ്റേ വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.